ജപമാല വചനം ചൊല്ലി അമ്മതന്മാരോടു ചേർന്നു നിന്ന് ജപമാല വചനം ചൊല്ലി ആദിയനിദാനാഥ നിൻ തിരുമുൻപിൽ അണയുന്നു പ്രത്യാശയോടെ നിൻ ഹൃദയമപ്പടിവാതിലിൽ മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ അമ്മ മനസ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഉള്ള മുന്നൊരുക്കമായുള്ള 4-ാം ദിവസം. ഈ ദിവസം പ്രത്യേകമായി നാം ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് കാലാകാലങ്ങളായി നിരവധിയായ നാരകീയ ശക്തികൾക്ക് അടിപ്പെട്ട് കഴിയുന്ന ആളുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ പോരാട്ടമാണ്. ഈ യുദ്ധത്തിൽ സ്വർഗത്തിൽ നമുക്കൊരു സൈന്യാധിപയുണ്ട്. സ്വർഗത്തിൻ്റെ സൈന്യാധിപ അവളാണ് പരിശുദ്ധ അമ്മ. അവളുടെ ഈ പിറന്നാൾ ദിവസത്തിൽ നമുക്ക് വേണ്ടി അവൾ ഒരുക്കുന്ന വലിയ വിടുതൽ ശുശ്രൂഷയുടെ ദിനമാണിന്ന്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ദൈവം പിശാചിനോട് അരുളി ചെയ്തു. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സകല ക്ലേശങ്ങൾക്കും പിന്നിൽ തിന്മയുടെ ശക്തികളുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം അറിയാത്ത ഈ അദൃശ്യ ലോകത്തിൽ നമുക്ക് വേണ്ടി പോരാടാൻ പരിശുദ്ധ അമ്മ ഉണ്ട്. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന സ്വർഗത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധ അമ്മ. അതിനാൽ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ പിശാചിൻ്റെ പിടിയിൽ കഴിയുന്ന, നാരകീയ ഉപദ്രവങ്ങളിലും അന്ധകാര ശക്തികളിലും കഴിയുന്ന, പൈശാചിക ശക്തിയുടെ വ്യാപാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്ന സകലരെയും നമുക്ക് സമർപ്പിക്കാം. മോചിക്കപ്പെടട്ടെ. അമ്മ ഈ യുദ്ധത്തിൻ്റെ തേര് തെളിച്ച് നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാ, നിന്നെ താരാട്ടു പാടി ഉറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മേ മാതാവേ, കാലങ്ങളായി നാരകീയ ഉപദ്രവങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്ന സകലരെയും അമ്മയ്ക്കിതാ സമർപ്പിക്കുന്നു. അമ്മയുടെ ഏകപുത്രൻ പിശാചിൻ്റെ തല തകർക്കുവാനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് 1 യോഹന്നാൻ 3:8 അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. അതിനാൽ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയുമെന്നുള്ള വചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇതാ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങളും ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നു. സാത്താൻ്റെ പിണിയാളുകളുമായി
ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. സഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ അവനൊരുക്കുന്ന സകല കെണികളെയും പൊട്ടിച്ചെറിയുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹമുള്ളവരെ, അമ്മ മനസ്സ് എന്ന ഈ ധ്യാന ശുശ്രൂഷയുടെ ഈ 4-ാം ദിവസം നമുക്ക് വേണ്ടി ഇന്ന് വചന ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയപ്പെട്ട ജോയൽ പൗവത്തച്ഛനാണ്. പ്രിയപ്പെട്ട ജോയൽ അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പിലൂടെ നാം കടന്നു പോകുന്നു. പരിശുദ്ധ ദൈവമാതാവിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന വെളിപ്പെടുത്തലുകളെ സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിന് മാതൃകയും പ്രചോദനവുമാകുന്ന ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ഈ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ, ഈ തിരുവചന ധ്യാനത്തിലൂടെയൊക്കെ നാം പരിശ്രമിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന പരാമർശം പാരമ്പര്യത്തിൽ പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്ന ഒരു പരാമർശമായി നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സ്ത്രീയുടെ പ്രത്യേകത? യോഹന്നാൻ കണ്ട ഈ സ്ത്രീ, അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ശത്രുതയുള്ള സർപ്പം ഈ സ്ത്രീയെയും കുഞ്ഞിനെയും ആക്രമിക്കുവാനായി കടന്നു വരികയും അതേ തുടർന്ന് ഒരു വലിയ യുദ്ധം സ്വർഗത്തിലുണ്ടാവുകയാണ്. ആ യുദ്ധത്തിൽ മീഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യവ്യൂഹം, ദൂതന്മാർ ഈ യുദ്ധത്തിൽ സർപ്പത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിന് തൊട്ടു മുൻപ് 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ, 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഈ വാഗ്ദാന പേടകം പഴയ നിയമത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി മന്നായും അഹ്റോൻ്റെ തളിർത്ത വടിയും 10 കൽപ്പനകളും സൂക്ഷിക്കപ്പെട്ടിരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വാഗ്ദാന പേടകം. സഭാപിതാക്കന്മാർ ഈ വാഗ്ദാന പേടകത്തെ പരിശുദ്ധ അമ്മയുടെ മുൻരൂപമായി, അല്ലെങ്കിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ തന്നെയാണ്, കാരണം അവളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ചു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷമാണ് യോഹന്നാൻ ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ കാണുന്നത്. അപ്പോൾ സ്വർഗത്തിൽ കാണപ്പെട്ട വാഗ്ദാന പേടകം എന്താണ്? അത് ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീക്ക് തുല്യമായ, പരിശുദ്ധ അമ്മയ്ക്ക് തുല്യമായ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ തന്നെയാണ് എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. ഇനി എന്താണ് സ്വർഗത്തിൽ ഈ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ഒരു അടയാളം എപ്പോഴാണ് നൽകപ്പെടുന്നത്? ഒരുപാട് അടയാളങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത് ഒരുപക്ഷെ അപകടങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ചില സൂചനകളായി നമുക്ക് അടയാളങ്ങൾ നൽകപ്പെടാറുണ്ട്. കേരളത്തിൻ്റെ നമ്മുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇന്ന് ഈ മഴക്കെടുതികളൊക്കെ വർദ്ധിക്കുമ്പോൾ ഓരോ ജില്ലകളിലും പ്രത്യേകം അലേർട്ടുകൾ കൊടുക്കും. ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, ഇങ്ങനെയുള്ള അലേർട്ടുകൾ അടയാളങ്ങളാണ്. നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ
ചില കാര്യങ്ങളെയൊക്കെ ക്രമീകരിക്കണം. ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സ്വർഗം എപ്പോഴാണ് ഈ അടയാളം? പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം എപ്പോഴാണ് അടയാളങ്ങൾ നൽകുന്നത്? അത് ഈ സർപ്പം എവിടെയൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ ആ ഇടങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ചില അടയാളങ്ങൾ നൽകുന്നുണ്ട്. മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴും അതെല്ലാം ചില നിർണായകമായ ഇടപെടലുകളാണ്. മനുഷ്യചരിത്രത്തിൽ ലോകരാജ്യങ്ങളുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന, മാനവചരിത്രത്തെ നിയന്ത്രിക്കുന്ന ചില നിർണായക ഇടപെടലുകൾ നടത്താനായി പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് അടയാളമായി നമുക്ക് നൽകുന്നതാണ് ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുന്ന സ്വർഗത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയെ നാം വിളിക്കുന്നത് അവൾ സൈന്യാധിപയാണ്. അവളാണ് സ്വർഗത്തിൻ്റെ ഈ സൈന്യനിരയെ നിയന്ത്രിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുകയാണ്, അവൾ പ്രസവിച്ച കുഞ്ഞിനെ ഉപദ്രവിക്കാനായി, വിഴുങ്ങാനായി സർപ്പം പരിശ്രമിച്ചു, പക്ഷേ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ സർപ്പം പിന്നീട് ആരെ വിഴുങ്ങാനായിട്ടാണ് വരുന്നത്? യേശുവിൽ വിശ്വസിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും വിഴുങ്ങുവാൻ ഈ സർപ്പം എപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ച് അവനിങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. നമ്മുടെ ശത്രു പിശാചാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മെ ഉപദ്രവിക്കുന്ന വ്യക്തികളോട്, നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരാകാം, നമ്മുടെ അയൽക്കാരാകാം, അല്ലെങ്കിൽ നമുക്ക് ദോഷം പറയുന്ന വ്യക്തികളാകാം, നമ്മെപ്പറ്റി ദ്രോഹം ആലോചിക്കുന്നവരാകാം, നമ്മൾ ആ വ്യക്തികളോടുള്ള പോരാട്ടത്തിലല്ല നമ്മളായിരിക്കുന്നത്. മറിച്ച് ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളോടാണ് നാം പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടത്. ഈ ഒരു ആത്മീയ സത്യം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവരോടും സ്നേഹത്തിൽ, രമ്യതയിൽ കടന്നു പോകാനായിട്ട് കഴിയും. ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. കാരണം അവരിലൂടെ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ശക്തിയാണ്, പിശാചാണ് എന്നുള്ളത് ഈശോയ്ക്ക് നല്ല ബോധ്യവും ഉറപ്പുമുള്ള കാര്യമായതുകൊണ്ടാണ് അങ്ങനെ വിശാലമായി ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ പോരാട്ടങ്ങൾ സാത്താൻ ഉയർത്തുന്ന പോരാട്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാനുഷികമായ ഇടപെടലുകളോ ബുദ്ധിയുടെ ആലോചനകളോ യുക്തിഭദ്രമായ തീരുമാനങ്ങളോ അല്ല നമ്മെ സഹായിക്കാൻ പോകുന്നത്. പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിലാണ് അദ്ദേഹം നമ്മളിങ്ങനെ പറയും, ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡികമായ പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഞങ്ങളുടെ പോരാട്ടം ശരീരം കൊണ്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, മറിച്ച് അവ ദൈവികമായ ആയുധങ്ങളാണ്. ദുർഗമമായ കോട്ടകളെ തകർക്കാൻ പ്രാപ്തമായിട്ടുള്ള ദൈവിക ആയുധങ്ങളാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു ദൈവ പൈതൽ ആദ്യം തിരിച്ചറിയേണ്ട വസ്തുത, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന പോരാട്ടങ്ങളൊന്നും മറ്റു മനുഷ്യരുടെയോ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലമോ അവരുടെ അസൂയ മൂലമോ അവർക്ക് നമ്മളുള്ള വൈരാഗ്യം മൂലമോ ഒന്നും സംഭവിക്കുന്നതല്ല. ആത്യന്തികമായി ഈ തിന്മയെല്ലാം സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ദോഷം ആഗ്രഹിക്കുന്നത് പിശാചാണ്, സാത്താനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ സാത്താനെ എതിർക്കുവാൻ മാനുഷികമായ ശക്തി പര്യാപ്തമല്ല. അവിടെ സ്വർഗത്തിൻ്റെ സഹായം, ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈ സഹായം നമുക്ക് എത്തിച്ചു നൽകുന്ന സൈന്യാധിപയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പാചരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമരം നമ്മൾ മുന്നോട്ട് നീക്കുകയാണ്. ഈ ഒരു ബോധ്യം ആഴപ്പെട്ട ബോധ്യമാണ്. പൗലോസ് അപ്പോസ്തലന് ഈ ബോധ്യം നന്നായിട്ടുള്ളത് കൊണ്ട് എഫെസൂസ് ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പോരാട്ടം ജഡികമല്ല, നാം മാംസരക്തങ്ങളോടല്ല പോരാടുന്നത്, മറിച്ച് തിന്മയുടെ ആധിപത്യങ്ങളോടാണ്, പൈശാചിക ശക്തികളോടാണ് നമ്മൾ പോരാടുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം എന്നാണ്.
ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം ആവർത്തിച്ച് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന. അത് ദൈവത്തിൻ്റെ വചനം ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്ന വാക്കുകളാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് ഉദ്ഘോഷിച്ച വചനങ്ങളാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ്? അത് ദൈവത്താൽ നൽകപ്പെട്ട സന്ദേശങ്ങളാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഈ ദൈവവചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വാളെടുത്തുള്ള പോരാട്ടമാണ് നാം നടത്തുന്നത്. അത് ജഡികമായ ആയുധമല്ല, മറിച്ച് ആത്മീയ ആയുധമാണ്. ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ദൈവത്തിൽ ശക്തമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ പൈശാചിക ശക്തികളെ എതിർക്കുവാനായി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ കടന്നു വരാം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്തി കളയുന്ന അനുഭവങ്ങൾ നമുക്ക് കടന്നു വരാം. അത് പൗരോഹിത്യ ജീവിതത്തിലുണ്ടാകാം, കുടുംബജീവിതത്തിലുണ്ടാകാം, നമ്മുടെ ജോലി മേഖലകളിലൊക്കെ ഉണ്ടാകാം. നാം കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും, നമ്മുടെ സമർപ്പണത്തിൻ്റെ തലങ്ങളിലൊക്കെ നമ്മുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ആത്മാർത്ഥതയെ പരിഗണിക്കാതെ വരുന്ന അവസ്ഥകളുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്തി കളയുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വരാം. അപ്പോഴൊക്കെ നാം ഓർത്തിരിക്കേണ്ടത്, ഈ പ്രതിസന്ധികൾ ഉയർത്തുന്നത് പിശാചാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ ജോലി എന്താണ്? ദൈവരാജ്യ ശുശ്രൂഷയെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് സാത്താൻ തടസ്സം നിൽക്കുന്നവനാണ്. ശിമയോൻ പത്രോസ് ഈശോയെ ഏറ്റുപറയുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഈശോ സംസാരിക്കുമ്പോൾ പത്രോസ് മുന്നിലേക്ക് കടന്നു വന്നിട്ട് തടസ്സം പറയുകയാണ്: കർത്താവേ, ദൈവം കനിയട്ടെ, അങ്ങേക്കിത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത് പിശാചിനറിയാം, ഈ രക്ഷാകര സഹനങ്ങളിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ അതുവഴി മാനവരാശിക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ വിമോചനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവിക ശുശ്രൂഷയെ തകർക്കുവാൻ സാത്താൻ വ്യക്തികളിലൂടെയും വസ്തുക്കളിലൂടെയും ഈ ലോകത്തിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് അവൻ പ്രവർത്തിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ്? ഈ ലോകത്തിൻ്റെ അധികാരി പിശാചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയോട് നൽകുന്ന ബോധ്യം ഇത് തന്നെയാണ്: ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഈ ലോകം പിശാചിൻ്റെതാണ്, അതിൻ്റെ ആധിപത്യമെല്ലാം പിശാചിൻ്റെതാണ്. മരുഭൂമിയിലെ പരീക്ഷയുടെ അവസരത്തിൽ പിശാചീശോട് പറയുകയാണ്: നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാം. കാരണം ഇതെല്ലാം എൻ്റേതാണ്. ഈ ലോകം മുഴുവനും ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നഷ്ടധൈര്യരായി പോവുകയല്ല, നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമുക്ക് ആശ്രയമായി, നമുക്ക് ബലമായി ഈ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൂടെ കൂടെ നമ്മെ ബലപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും നമ്മോട് കൂടെയുള്ള ഒരു സാന്നിധ്യമായി ഈ പരിശുദ്ധ അമ്മ ഉണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നത് വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ്. നമ്മുടെ വിശുദ്ധി കെടുത്തി കളയുന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഈ ലോകത്തിൽ ഇന്ന് സുലഭമാണ്. നാം എത്ര വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനേക്കാൾ കൂടുതലായി നമ്മെ തിന്മയിലേക്ക് വലിച്ച് അടുപ്പിക്കുന്ന, പാപത്തിലേക്ക് അടുപ്പിക്കുന്ന ധാരാളം സാധ്യതകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയയുടെ മേഖലകളെല്ലാം എപ്പോഴും പാപത്തിലേക്ക്, തിന്മയിലേക്കുള്ള ചായ്വ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായി ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. വിശുദ്ധരൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപത്തിലേക്കുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പാപത്തിലേക്ക് നാം വീണുപോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാകുന്ന സമയത്ത് വിശുദ്ധിക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള പരിശ്രമം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താണ്? പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക.
പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുക. തീർച്ചയായും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിറങ്ങി വന്ന് നമ്മെ സംരക്ഷിക്കും. നീലയങ്കി കൊണ്ട് നമ്മെ പൊതിഞ്ഞു പിടിക്കും. നാരകീയ ശക്തികളിൽ നിന്ന്, സർപ്പത്തിൻ്റെ ആ ദംശനത്തിൽ നിന്ന്, അവൻ്റെ വിഷത്തിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു സംരക്ഷണ കവചമായി പരിശുദ്ധ അമ്മ പ്രവർത്തിക്കും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി തീർക്കും എന്നതിൽ സംശയമില്ല. നമ്മുടെ ജീവിതം ഈ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമ്മെ സഹായിക്കുവാനായി സ്വർഗത്തിൻ്റെ വലിയ സൈന്യവ്യൂഹം നമ്മോട് കൂടെ കടന്നു വരും. സ്വർഗത്തിൻ്റെ സൈന്യവ്യൂഹം ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തടസ്സങ്ങൾ നിൽക്കുന്ന പിശാചിൻ്റെ എല്ലാ ശക്തികളും നിർവീര്യമായി തീരും. നമ്മെ അലട്ടുന്ന എല്ലാ വേദനകളിലും, രോഗങ്ങളിലും, സഹനങ്ങളിലും എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ സഹായം തീർച്ചയായും നമ്മെ ബലപ്പെടുത്തും. ഈ ഒരു തിരിച്ചറിവ് ഈ ദിവസം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. കർത്താവിൻ്റെ ആ പരിശുദ്ധ അമ്മയെ നാം മുൻനിർത്തിക്കൊണ്ട് ഈ 8 നോമ്പ് ആചരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ നോമ്പനുഷ്ഠാനവും ഈ ആത്മീയ പോരാട്ടത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നാം ശരീരത്തിലേൽക്കുന്ന ഈ സഹനങ്ങളും ത്യാഗങ്ങളും എല്ലാം നമ്മുടെ ആത്മീയ പോരാട്ടത്തെ കൂടുതൽ ബലപ്പെടുത്തും എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമതായി ഈ ദിവസം നാം സൂക്ഷിക്കേണ്ട ഒരു ചിന്ത, തുടർന്നുള്ള വാക്യങ്ങളിൽ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ പിശാച്, സർപ്പം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിക്കുകയാണ്. അതോടൊപ്പം അവൻ്റെ എല്ലാ ദൂതന്മാരും. 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്, സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്? പിശാചിൻ്റെ ജോലി രാപകൽ ദൈവസമക്ഷം സഹോദരരെ ദുഷിക്കുകയും അവരെ പഴി പറയുകയും ചെയ്യുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ ഇത് കുറെ കൂടി വ്യക്തമാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു, അവരോടൊപ്പം പിശാചും കടന്നു വരുന്നു. പിശാചിനോട് ദൈവം ചോദിച്ചു, സാത്താനെ നീ എവിടെ നിന്ന് വരികയാണ്? സാത്താൻ പറഞ്ഞു, ഞാൻ ലോകമെല്ലാം ചുറ്റി സഞ്ചരിച്ച് വരികയാണ്. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? ആ ജോബിൻ്റെ ക്വാളിറ്റിയൊക്കെ കർത്താവ് പറയുകയാണ്. അവൻ നീതിമാനാണ്, അവൻ സത്യസന്ധനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ ദൈവഭയമുള്ളവനാണ്. ഇങ്ങനെ ദൈവം നന്മ പറഞ്ഞ ജോബിനെ കുറിച്ച് പോലും സാത്താൻ പറയുകയാണ്, ആ ജോബ് അത്ര നല്ലവനൊന്നുമല്ല, അവന് ചില കുറവുകളൊക്കെ ഉണ്ട്. അതുതന്നെയാണ് വെളിപാട് പുസ്തകത്തിലും ഈ സ്വരം വിളിച്ച് പറയുകയാണ്, സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി രാപകൽ സഹോദരരെ ദുഷിക്കുകയാണ്, ദൈവസന്നിധിയിൽ അവരെപ്പറ്റി പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സാത്താൻ്റെ ജോലിയാണ്. ഈ ജോലി നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. സഹോദരങ്ങളെ ദുഷിച്ചു പറയുക, അവരില്ലാത്തപ്പോൾ കുറ്റങ്ങൾ പറയുക, അവരെപ്പറ്റി പഴി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നാമും ഈ സാത്താൻ്റെ ജോലിയിൽ പങ്കുകാരാവുകയാണ്. അടുത്ത വചനം എന്താണ് പറയുന്നത്? അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. അപ്പോൾ ഈ സാത്താൻ ഇങ്ങനെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പഴി പറയാനായി തക്കം പാർത്തിരിക്കുമ്പോൾ വിശുദ്ധാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും ദുഷ്ടന്റെ മേൽ വിജയം നേടുകയാണ്. പ്രിയപ്പെട്ടവരെ, സാത്താൻ എപ്പോഴും നമുക്കെതിരെ തക്കം പാർത്തിരിക്കുന്നവനാണ്. ദൈവമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കുറ്റങ്ങളെ നോക്കിയിരിക്കുന്നത്, മറിച്ച് പിശാചാണ്. അതുകൊണ്ടാണ് പിശാച് എപ്പോഴും നമ്മുടെ തിന്മയെ, നാം ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിയിൽ എന്തെങ്കിലും പാപം കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് പിശാച് നോക്കിയിരിക്കുകയാണ്. കാരണം നാം പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയായി മാറുകയാണ്. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നഗ്നത എന്ന് പറഞ്ഞാൽ അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഒരാൾ അടിമയായി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റും. കാരണം അവൻ്റെ പുറത്ത് നല്ല അടി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ തോൽ വസ്ത്രം ധരിച്ചാൽ ഈ അടിയൊന്നും അവൻ്റെ ദേഹത്ത് ഏൽക്കുകയില്ല. അതുകൊണ്ട് അവൻ നഗ്നനായി എന്ന് ബൈബിൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ അടിമയായി തീർന്നു എന്നാണ്. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേൽ അവകാശമുള്ളത് ആർക്കാണ്? പിശാചിനാണ്. അങ്ങനെ പാപം ചെയ്ത ഒരു വ്യക്തിയെ
തൻ്റെ സ്വാധീനത്തിലേക്ക്, തൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവനാണ് പിശാച്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ മേൽ വിജയം നേടാൻ 2 വഴികളാണുള്ളതെന്ന് ഈ വിശുദ്ധരുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 1, കുഞ്ഞാടിൻ്റെ രക്തം. 2, സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. അവൾ കുരിശിൻ്റെ ചുവടോളം ഈശോയെ അനുഗമിച്ചവളാണ്. കുരിശിൻ്റെ ചുവടോളം ഈശോയെ അനുഗമിച്ചിട്ട് ആ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്നത് ഈ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെയുള്ള രക്ഷ നേടിയെടുക്കുക. അതായത് നാം വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ, നമ്മുടെ ജീവിതം വിശുദ്ധമാക്കി തീർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത്തെ വഴി യേശുവിൻ്റെ രക്തത്തിൽ, കൗദാശിക വരപ്രസാദത്തിൽ പങ്കുകാരാകണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഉടനീളം ഈ വചനത്തിൻ്റെ ജീവിതമായിരുന്നുവെന്ന് നമുക്കറിയാം. അവളുടെ ജീവിതത്തിൽ അവൾ ആരംഭിക്കുന്നത് തന്നെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എലിസബത്ത് അവളെക്കുറിച്ച് പറയുന്നത് തന്നെയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോ ഒരവസരത്തിൽ പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും? ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരാണ്. നമുക്ക് വിചാരിക്കും ഒരുപക്ഷെ അത് ഈശോ അമ്മയും സഹോദരങ്ങളെയും തള്ളിപ്പറഞ്ഞ ഒരു വചനമാണ്. നല്ല, മറിച്ച് അത് ഈ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമുള്ള ഒരു വിശേഷണമാണ്. എൻ്റെ അമ്മ ആരാണ്? എൻ്റെ അമ്മ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അത് പാലിച്ചവളാണ് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പരിചാരകരോട് പരിശുദ്ധ അമ്മ പറയുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ, അവൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ അത് സാക്ഷ്യത്തിൻ്റെ വചനമായി മാറുന്നു. എന്താണ് സാക്ഷ്യത്തിൻ്റെ വചനം? ഒരു വചനം ആ ദൈവവചനമാണ് എന്നതേ പ്രതി നമ്മൾ ആ വചനം അനുസരിക്കുമ്പോഴാണ് അത് സാക്ഷ്യത്തിൻ്റെ വചനമായി തീരുന്നത്. അതായത് നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു വചനം നമ്മൾ കേൾക്കുകയാണ്. ഉദാഹരണത്തിന്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിന് മേലങ്കി കൂടി കൊടുക്കണം, 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവരോട് 2 മൈൽ ദൂരം പോകണം. ഇതൊക്കെ വചനത്തിൽ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അത് വചനമാണ്. എന്നാൽ അത് സാക്ഷ്യത്തിൻ്റെ വചനമായി മാറുന്നത് എങ്ങനെയാണ്? ഈ വചനം ഞാൻ അനുസരിക്കുമ്പോഴാണ് അത് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനമായി മാറുന്നത്. പരിശുദ്ധ അമ്മ ഈ സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം ഏറ്റെടുത്ത വ്യക്തിയാണ്. അമ്മ എല്ലാ ഇടങ്ങളിലും നിശബ്ദയായിരുന്നു എന്ന് മാത്രമല്ല, എപ്പോഴും ദൈവഹിതം അനുസരിക്കുവാൻ തന്നെ പ്രതിഷ്ഠിച്ചവളാണ്. എപ്പോഴും ദൈവഹിതം പൂർത്തിയാക്കുവാൻ തന്നെ പ്രതിഷ്ഠിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന 2ാമത്തെ ബോധ്യം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ഈ സാത്താൻ്റെ ശക്തികളെ, നാരകീയ ശക്തികളെ പരാജയപ്പെടുത്താൻ ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പൈശാചിക ശക്തികൾക്കെതിരെ ഈ ആത്മീയ സമരത്തിൽ നാം മുന്നേറണം. 2ാമത്തെ വഴി ഇതാണ്, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും ദുഷ്ടന്റെ മേൽ വിജയം നേടണം. കുഞ്ഞാടിൻ്റെ രക്തം കൗദാശിക വരപ്രസാദമാണ്. വിശുദ്ധ കുംഭസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ നമുക്ക് നൽകപ്പെടുന്ന ഈ രക്തം, ഈശോയുടെ രക്തം, അത് നമുക്ക് നൽകുന്ന കൗദാശിക വരപ്രസാദം, അത് സ്വീകരിക്കുവാനും. 2ാമതായി സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് ദുഷ്ടന്റെ മേൽ, പിശാചിൻ്റെ മേൽ വിജയം നേടുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഈ പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൗദാശിക വരപ്രസാദത്തിലൂടെ, ദൈവവചനം അനുസരിച്ചുള്ള ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ആത്മീയ പോരാട്ടം നമുക്ക് പൂർത്തിയാക്കാം. തുടർന്നുള്ള ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഈ ബോധ്യങ്ങൾ നമ്മളിൽ ആഴപ്പെടാനും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എപ്പോഴൊക്കെ നാരകീയ പരീക്ഷണങ്ങൾ, പൈശാചിക പോരാട്ടങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഈ യുദ്ധം മുന്നോട്ട് നീക്കിക്കൊണ്ട് നഷ്ടധൈര്യരായി പോകാതെ അമ്മയുടെ കരം പിടിച്ച് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ഈ സമരമുഖത്ത് പോരാടാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഈശോ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാലാഖമാരാർത്തു പാടും നിൻ സ്തുതികളാൽ സ്വർഗം നിറയും. അമ്മയോടൊപ്പം ഞാനും നിൻ കിന്നര ഗീതങ്ങളാലപിക്കും.
സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തതാ പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാ നിന്റെ സ്നേഹം എനിക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ നിന്റെ സ്നേഹം എനിക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ എൻ്റെ പാപം എല്ലാം പോയി എന്നെ മുഴുവൻ സൗഖ്യമാക്കി തല്ലപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ എൻ്റെ പാപം എല്ലാം പോയി എന്നെ മുഴുവൻ സൗഖ്യമാക്കി നിന്റെ സ്നേഹം എനിക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ നിന്റെ സ്നേഹം എനിക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ യേശുവേ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ് കർത്താവേ, അങ്ങ് നൽകിയതാണ് എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞ് നമ്മുടെ രക്ഷകനായി, നമ്മുടെ രാജാവായി, നമ്മുടെ കർത്താവായി അവിടുത്തെ ഏറ്റുപറയാം. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ ബലഹീനമായ അധരങ്ങളിൽ നിന്നുയരുന്ന സ്തുതികൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് എൻ്റെ രക്ഷകനായ ഈശോയെ, എൻ്റെ രാജാവായ ദൈവമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നുവെന്ന് ഹൃദയപൂർവ്വം നമുക്ക് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടി നമ്മുടെ അധരങ്ങൾ തുറന്ന് നാവിനെ സ്വതന്ത്രമാക്കി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവമേ, അത്യുന്നതനായ കർത്താവേ, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും അവിടുന്നാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ മേൽ, എൻ്റെ തൊഴിൽ മേഖലകളുടെ മേൽ, എൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളുടെ മേലും അങ്ങേക്ക് ആധിപത്യമുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുന്നു, സമ്മതിക്കുന്നു. കർത്താവേ, എൻ്റെ രാജാവായി, എൻ്റെ രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ. ഹൃദയം തുറന്ന് ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. തിരുവചനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകിയ ബോധ്യങ്ങൾ നാം ധ്യാനിക്കുകയായിരുന്നു. നാരകീയ ശക്തികൾക്കെതിരെ പിശാചുമായുള്ള യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന സൈന്യാധിപയാണ് പരിശുദ്ധ അമ്മ. പിശാചിനോട് യുദ്ധം ചെയ്യുന്ന അമ്മ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അടയാളമാണ്. സ്വർഗം നൽകിയ വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ, മറ്റു മനുഷ്യരിലൂടെ, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ സാത്താൻ നമ്മെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, നമ്മുടെ ശുശ്രൂഷയെ പലതരത്തിൽ തടസ്സപ്പെടുത്താനായി പരിശ്രമിക്കുമ്പോൾ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിനെതിരായി സാത്താൻ ഉയർത്തുന്ന ആയുധങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സാത്താൻ്റെ ശക്തികൾക്കെതിരെ പോരാടണം എന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അടയാളം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ കണ്ടു: സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അതെ, സൂര്യനെ ഉടയാടയാക്കിയ, വിശുദ്ധിയുടെ തേജസ് കൊണ്ട് സമലങ്കൃതയായ പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ നിരാശയുടെ പടുകുഴിയിലേക്ക് നയിക്കുന്ന എല്ലാ ദുരനുഭവങ്ങളിലും നിനക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സമര ആയുധങ്ങളെയും തകർക്കുവാൻ ശക്തിയുള്ള, പ്രഹരശേഷിയുള്ള ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലുള്ളത്. ആ അമ്മയോട് ചേർന്നുകൊണ്ട് പൈശാചിക ശക്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ ജീവിത വിശുദ്ധിയെ മുൻനിർത്തി ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന ഈ നിയോഗം ഏറ്റെടുക്കാം. വ്യക്തികളോടല്ല, മറിച്ച് പിശാചിനോടാണ് നമ്മുടെ സമരം. ലോകത്തിൻ്റെ വസ്തുക്കളോടല്ല, മറിച്ച് സാത്താൻ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളോടാണ് നാം യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് എഫേസൂസ് ലേഖനത്തിൽ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ സമരായുധങ്ങൾ അത് ആത്മീയ സമരായുധങ്ങളാണ്. കാരണം നാം യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരെയല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ ശക്തികൾക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയാകുന്ന ഈ സൈന്യാധിപയുടെ ആ നേതൃത്വത്തിൽ പിശാചിനെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ഈശോയെ ആരാധിക്കുന്ന ഈ സമയം
ധാരാളമായ ദൈവകൃപ നമ്മളിലേക്ക് വർഷിക്കുവാൻ, വചനത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ ബോധ്യങ്ങൾ നവീകരിക്കപ്പെടുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ ഈശോയെ നല്ല ബോധ്യങ്ങൾ നൽകി എൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന എല്ലാ ശക്തികളെയും പരിശുദ്ധ അമ്മയെ, അമ്മയുടെ മധ്യസ്ഥതയിൽ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ, ആദ്യത്തെ സക്രാരിയായി വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മയെ, അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥത്തോട് ചേർന്നുകൊണ്ട് പൈശാചിക ശക്തികളെ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഞങ്ങളുടെ ശത്രു സൈന്യത്തെ മുഴുവൻ നിഷ്പ്രഭമാക്കുവാൻ തിരുക്കുമാരിൽ നിന്ന് അമ്മ ഞങ്ങൾക്ക് ശക്തി നേടിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരി സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരി സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. രോഗപീഠകളാൽ ക്ലേശിക്കുന്നവർ, സാമ്പത്തിക കടഭാരങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ, ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥത നിലനിൽക്കുന്നവർ, കുടുംബ ബന്ധങ്ങളിൽ പലതരത്തിലുള്ള കലഹങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിത വിശുദ്ധി പാലിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ, ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടും ഒരേ പാപത്തിൽ പലതവണ വീണുപോകുന്നവർ, കർത്താവേ, അങ്ങനെയുള്ളവരുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, തഴക്കദോഷങ്ങളെ അതിജീവിക്കുവാൻ, തിന്മയുടെ സ്വാധീനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ഈ സമയം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് വലിയ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവം പരിശുദ്ധ അമ്മയുടെ യോഗ്യതകളാൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരി സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കൾ, ജോലി മേഖലകളിൽ തടസ്സം അനുഭവിക്കുന്നവർ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിൻ്റെ പല മേഖലകളിൽ വിവിധ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാവരെയും പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അവിടുത്തെ അത്ഭുത ശക്തിയിൽ നീങ്ങിപ്പോകുവാൻ, നമ്മെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോല സമൂഹം ആദിമസഭ പ്രാർത്ഥിച്ചപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ കുലുങ്ങി പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവരുടെ മേൽ ആവസിച്ചതുപോലെ, ഭീരുക്കളായി ഒളിച്ചിരുന്ന അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കുവാൻ സധൈര്യം മുന്നോട്ട് വന്നതുപോലെ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഭയപ്പാടുകൾ, സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളും, മിഥ്യാധാരണകളും, ശാപത്തിൻ്റെ കെട്ടുകളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപത്തിൻ്റെ കെട്ടുകളും യേശുനാമത്തിൽ നീങ്ങിപ്പോകുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരി സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ,
ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഏതൊക്കെ നിയോഗങ്ങൾക്ക് വേണ്ടി നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ നിയോഗങ്ങളെല്ലാം നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗം നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ കാനായിൽ പരിചാരകരോട് പറഞ്ഞു, ഈ പ്രതിസന്ധി മറികടക്കുവാൻ അവൻ നിങ്ങളോട് പറയുന്നത് എന്താണോ അത് ചെയ്യുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കുവാൻ ഈശോയുടെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട് അവൻ എന്താണ് നമ്മോട് പറയുന്നതെന്ന് കേൾക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തിൻ്റെ നിയോഗങ്ങൾ വിവേചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ പ്രബോധനത്താൽ ഞങ്ങളുടെ അന്തരംഗം കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിക്കുവാൻ ഇടയാക്കണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദിവ്യകാരുണ്യത്തിൽ സത്യമായും സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം, നിന്റെ ജീവിതത്തിൻ്റെ ഉപരിവിശുദ്ധീകരണം, അതിനാവശ്യമാകുന്ന എല്ലാ കൃപയും നൽകുവാൻ ഞാൻ സന്നദ്ധനാണ്. നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുവാൻ ഞാൻ തയ്യാറാണ്. അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കുക. 110 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്ക് പാദത്തിൻ്റെ കീഴിലാകും. നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, ജോബിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഒരിക്കൽ നമ്മെ ഭയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളെയും വിസ്മരിക്കുവാൻ കർത്താവ് ഇടയാക്കും. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ മാത്രം അവയെ ഓർക്കുവാൻ ദൈവം ഇടയാക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ജോബിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധിക്കാം. അവിടുത്തെ ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യും.
നൽകണേ എൻ യാചന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.